PV അൻവറിനെ ചൊല്ലി കോൺഗ്രസിനകത്ത് ഭിന്നത നേരത്തെ രൂപം കൊണ്ടിരുന്നു. ഒരു ഭാഗത്ത് വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ, UDF കൺവീനർ അടൂർ പ്രകാശ്, അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ. മറുഭാഗത്ത് കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ തുടങ്ങിയവർ. ഇങ്ങനെ രണ്ട് വിഭാഗമായി തിരിഞ്ഞിരുന്നു PV അൻവറെ UDF എടുക്കണമോ വേണ്ടയോ എന്നതിനെ ചൊല്ലി. പക്ഷേ അവസാനം വിജയിച്ചത് വി ഡി സതീശൻ വിഭാഗമാണ്. കാരണം അവരുടെ കയ്യിലാണ് അധികാരമുള്ളത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്, സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാണ്, UDF കൺവീനറാണ് അടൂർ പ്രകാശ്. ഈ മൂന്ന് പേരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ UDFന്റെ തീരുമാനമാകും. അവിടെ കെ മുരളീധരന് എന്തു പ്രസക്തി, രമേശ് ചെന്നിത്തലയ്ക്ക് എന്തു പ്രസക്തി, കെ സുധാകരന് യാതൊരു പ്രസക്തിയുമില്ലാത്ത അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായും വിജയിച്ചത് വി ഡി സതീശൻ വിഭാഗമാണ്. എന്നിരുന്നാലും ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് PV അൻവറിനെ മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്ന്. ഒരു ചർച്ചയും പാടില്ല എന്ന് കോൺഗ്രസും UDF നേതാക്കളും തീരുമാനിച്ച ഘട്ടത്തിലാണ് കെ സുധാകരൻ ഇത് പറയുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ ഭിന്നത അവസാനിച്ചിട്ടില്ല, അത് തുടരുന്നു എന്നർത്ഥം. അതേസമയം കോൺഗ്രസിനകത്തെ ഈ ഭിന്നത UDFിലേക്കും എത്തിയിരിക്കുന്നു. UDFിൽ നേരത്തെ അത്തരമൊരു തർക്കമുണ്ടായിരുന്നില്ല. UDFിൽ എല്ലാ കക്ഷികളും ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ PV അൻവറിന്റെ വിഷയത്തിൽ UDFിലും ഭിന്നത രൂപപ്പെട്ടു എന്നതാണ് പുതിയ വാർത്ത. മുസ്ലിം ലീഗ് കടുത്ത നിലപാടിലേക്ക് പോയി. ഇനി PV അൻവർ വിഷയത്തിൽ ചർച്ചയില്ല. PV അൻവറുമായി ഒരു ചർച്ചയ്ക്കും ലീഗും തയ്യാറല്ല. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുത്തോളണം. ഇതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നിലപാട്. അക്കാര്യം മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കോൺഗ്രസിനാണ് പൂർണ്ണ ഉത്തരവാദിത്വം. കോൺഗ്രസിൽ ആർക്കാണ് ഉത്തരവാദിത്വം എന്ന് കൃത്യം ഇതുവരെ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനാണ് ഉത്തരവാദിത്വം എന്ന് ഉറപ്പിച്ചു പറയുന്നു മുസ്ലിം ലീഗ്. ഇനിയിപ്പോൾ നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ അതിന് സമാധാനം പറയേണ്ടതും കോൺഗ്രസ് ആണ്. നിലമ്പൂരിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് ഇനിയിപ്പോൾ ചുമത്തുക കോൺഗ്രസിലാണ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. PV അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, PV അൻവർ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ ചില മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന ചർച്ച മലപ്പുറത്തുണ്ട്. അത് മുതലെടുക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യവും താല്പര്യവും. അത് പിടിച്ച് മുന്നോട്ട് പോവുക, അങ്ങനെ ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതലേ PV അൻവറെ പിന്തുണക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായത്. മുസ്ലിം ലീഗ് PV അൻവറെ പാണക്കാടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് നാം കണ്ടതാണ്. ക്ഷണിച്ചു കൊണ്ടുവന്ന് കൈപിടിച്ച് വീട്ടിനകത്ത് കയറ്റി ചർച്ച ചെയ്ത് ചായ കുടിച്ച് പിരിഞ്ഞതാണ്. PV അൻവറെ UDFന്റെ ഭാഗമാക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗാണ്. അതിന് ഇടപെട്ടത് മുസ്ലിം ലീഗാണ്. PK കുഞ്ഞാലിക്കുട്ടിയാണ് എല്ലാ കാര്യങ്ങളിലും മുൻകൈയെടുത്തത് എന്ന് പറഞ്ഞത് PV അൻവർ തന്നെയാണ്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ മുൻകൈയിലാണ് PV അൻവർ UDFിലേക്ക് വരാൻ ശ്രമം തുടങ്ങിയതും അതിനുള്ള വഴി തുറന്നതും ഒക്കെ. എന്നാൽ കോൺഗ്രസ്, പ്രത്യേകിച്ച് വി ഡി സതീശൻ, അത് പൂർണ്ണമായും അടച്ചു. പൂർണ്ണമായും അടച്ചത് എന്തിന് എന്നത് വി ഡി സതീശനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താണ് കോൺഗ്രസിനകത്ത് വി ഡി സതീശന്റെ ഇപ്പോഴത്തെ നിലപാട്? കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കുക, UDFിനെ കൈപ്പിടിയിൽ ഒതുക്കുക, അതാണ് വി ഡി സതീശന്റെ ലക്ഷ്യം. എങ്കിൽ മാത്രമേ 2026 എങ്ങാനും UDF ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസേര വി ഡി സതീശനിലേക്ക് എത്തുകയുള്ളൂ. അതല്ലെങ്കിൽ മറ്റു പലരും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവർ മുഖ്യമന്ത്രി കസേര തട്ടിക്കൊണ്ടുപോകും എന്ന് അറിയാം വി ഡി സതീശന്. അതുകൊണ്ട് കോൺഗ്രസിനകത്ത്, UDFിനകത്ത് അപ്രമാദിത്വം സ്ഥാപിക്കുക, ഒരൊറ്റ നേതാവ്, അത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അതിനുവേണ്ടിയാണ് കൈവിട്ട കളി കളിക്കുന്നത് വി ഡി സതീശൻ. എന്തു തന്നെയായും നിലമ്പൂർ ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിലാണുള്ളത് വി ഡി സതീശൻ. അതുകൊണ്ട് വി ഡി സതീശൻ പറയുന്നത് ഇനിയിപ്പോൾ PV അൻവർ ഇല്ലെങ്കിലും ജയിക്കും UDF എന്നാണ്. അതിന്റെ ഒരു കണക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ. അത് എന്തു തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കണക്ക് നേരത്തെയുള്ള കണക്കാണ്. അതിപ്പോൾ നടക്കുമോ എന്നത് മറ്റൊരു വിഷയമാണ്. അതവിടെ കിടക്കട്ടെ. ഇവിടെ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ട ഭിന്നത, ആ ഭിന്നത ഇപ്പോഴിതാ UDFിനകത്തേക്കും വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ നിലമ്പൂരിൽ UDF പരാജയപ്പെട്ടാൽ
വി ഡി സതീശന്റെ കസേര തെറിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതിലേക്കാണ് UDF-ലെ ഭിന്നതയും കൂടി പോകുന്നത്. കോൺഗ്രസിലെ ഭിന്നത അവിടെ തുടരുന്നു. അതോടൊപ്പം UDF-ൽ മുസ്ലിം ലീഗും ഒരു നിലപാടെടുത്തിരിക്കുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, UDF-ലും അതോടൊപ്പം കോൺഗ്രസിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വി ഡി സതീശനെ സംബന്ധിച്ച്, വി ഡി സതീശനെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമായി മാറുകയാണ് എന്നർത്ഥം.